കിച്ചു എവിടെയാണെന്ന് അറിയാതെ നിൽക്കുകയാണ് നമ്മുടെ പാവം നിത്യയും അഞ്ജുവും. അപ്പോഴാണ് അവിടെ നിത്യയ്ക്ക് അറിയാവുന്ന ഒരു വോയിസ് അവൾ കേട്ടത്. ഇവിടെ നോക്കൂ, ഈ സ്റ്റേജിൽ വിജയകര സോദര എന്താ അഞ്ജു, ആ തലയൊന്ന് അങ്ങോട്ട് തിരിച്ചു നോക്കൂ. ഇതാ കാണുക. വാവ്, ബ്യൂട്ടിഫുൾ. പെട്ടടി പെട്ട്. അഞ്ജു, നമ്മ എന്താ ചെയ്യാ? അഞ്ജു അഞ്ജുടെ പോയി. നിത്യ, ജീവനെ ഓടിക്കോ, ഞാൻ പോയി. അഞ്ജു അഞ്ജു പതിയെ പോടി, എനിക്ക് ക്ലബിലെ വാഴ അറിഞ്ഞൂടാടി. പുല്ലേ അത് മറ്റേടത്തെ പരിപാടി കാണിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ എന്താ വേണ്ട, അങ്ങനെ വായിലിട്ടൊന്ന് കയറി കൊടുക്കണോ? വേണ്ടടേ, നീ ഇവിടെ നിന്നോ. അഞ്ജു, നമ്മളെ കിച്ചു. അതെ അതെ, തീർന്നു അവളുടെ കാര്യം. അയ്യോ, അതിനെ അവിടെ തന്നെ കാത്തോളെ ദൈവമേ. ഇതവളല്ലേ? ആരെ? എടാ പന്നി, എന്റെ പിയെ. ഓ, ചിലപ്പോ ആയിരിക്കും, പറയാനില്ല. ആയിരിക്കും അല്ല, ആണ്. ഇവളെന്താ ഈ കാണിക്കുന്നേ? അതെ, അവള് തന്നെ. ഇവളെന്താ ഇവിടെ? പിന്നെ അവളുടെ കൂടെ ഒരു കുട്ടി കൂടെ ഉണ്ടായിരുന്നല്ലോ, അവളെന്തേ? അയ്യോ, അവളുടെ കൂടെ ഒരു കുട്ടി മാത്രല്ല, ഇപ്പോൾ അവര് 3 പേരാ ഗ്യാങ്. എന്താ BFF, ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ, അങ്ങനെ കണ്ടാണ് പറയുന്നത്. 3 പേരാണ് കേട്ടോ. 3 പേരോ? വന്നപ്പോ 2 പേരുള്ളായിരുന്നു, ഇപ്പൊ 3 പേരായോ? അതാരാ ആ കൂട്ട്? അയ്യോ, ചേട്ടൻ അറിയാം, യുവർ ഫ്യൂച്ചർ വൈഫ് അഞ്ജലി കൃഷ്ണ. നോ, അവള് ക്ലബിലൊന്നും വരില്ല. അങ്ങനൊന്നും അവൾക്ക് അങ്ങനത്തെ ശീലമൊന്നുമില്ല. അതെ അതെ, നല്ല കുട്ടിയാ. അന്നേരം എന്താ ഇവളൊറ്റയ്ക്കാണോ വന്നതെന്നാണോ പറയുന്നത്? അതും ഒരു ശരിയാണ്, പക്ഷേ അവള് മാത്രല്ലേ ഉള്ളൂ ഇപ്പൊ അവിടെ. അവളുടെ ആ 2 പേരെന്തി? അഞ്ജലിയും പിന്നെന്തായിരുന്നു നല്ല പേര്? നിത്യ എന്തി? നിങ്ങൾ ഇവിടെ നിക്കേ, ഞാനൊന്ന് പോയിട്ട് വരാം. നീ പുല്ലേ, നീ എന്താടി ഇവിടെ ഒറ്റയ്ക്ക്? ഏതോ ഒരു വൈബൊക്കെ നിന്റെ തലവരിക്കുന്നു. ഞാൻ ഡാൻസ് കളിക്കട്ടെ, ചില്ലാവട്ടെ. ഞാനോ? ഞാൻ നിന്റെ ബോസാടി. അയ്യോ, ബോസായിരുന്നു, ഞാൻ അറിഞ്ഞില്ല, നമ്മോടാരും പറഞ്ഞില്ല. അയ്യോ, ഓ നിർത്തടി പുല്ലേ അവിടെ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ബോസ്, നിന്റെ മടിയിലിരിക്കാനുള്ള പട്ടി എനിക്ക് പേരിട്ട് പുല്ലേ പുല്ലേന്ന് അല്ലല്ലോ. നീ പോടാ പട്ടി. നിങ്ങൾ വഴക്ക് പറഞ്ഞല്ലേ, അധികം എന്നോട് മിണ്ടല്ല. വാട്ട് ഈസ് ദിസ്? ഇവളെന്താ കൊച്ചു കുട്ടിയോ? ദൈവമേ, കുറച്ചും തന്നെ എന്തിനാ എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് തന്നെ കൊച്ചു പിള്ളേരോട്ട് മോങ്ങുന്നു. നീ കിച്ചു, നീ ഒന്ന് വന്നേ. എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകുന്നേ, എന്നെ രക്ഷിക്കണേ, നാട്ടുകാരെ രക്ഷിക്കണേ, എന്നെ കിഡ്നാപ്പ് ചെയ്യുന്നേ. കിഡ്നാപ്പോ? എന്റെതാടി, നിനക്ക് വട്ടാണോ? ചേട്ടാ, നീ എന്തിനാ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അവിടെ കാണാൻ നിർത്തിയിട്ട് പോന്നാ പോരായിരുന്നോ? നിനക്ക് എന്താടാ? വെച്ചു, ഇവളൊരു പെൺകുട്ടിയാ കേട്ടല്ലോ. പിന്നെ അല്ല, നമ്മുടെ വൈകയ്ക്ക് പറ്റിയ പോലെ ഇനിയൊരു പെൺകുട്ടിക്കും ഉണ്ടാകരുത്.
അതുകൊണ്ടാ ഈ സ്ഥാനത്ത് ഇപ്പോ നമ്മളറിയുന്ന ആരാണേലും ഞാൻ കൂട്ടിക്കൊണ്ട് തന്നെ വന്നേനെ. അതിപ്പോ ഇവളാന്ന് തന്നെയില്ല, നിത്യ ആയിക്കോട്ടെ അഞ്ജലി ആയിക്കോട്ടെ ഞാൻ കൊണ്ടുവന്നേനെ. ഷീസ് എ ഗേൾ. ഓക്കെ അതേട്ടാ, ഇനിയും ഒരു പെൺകുട്ടിക്കും നമ്മുടെ വൈകിയുടെ കുട്ടുള്ള സ്ഥിതി ആയിരുന്നു. വൈശേട്ടനൊന്ന് അഞ്ജലിനെ വിളിച്ചു നോക്ക്. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഫോൺ എടുത്തല്ലേ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം. എന്തായാലും ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് പോകണ്ട. അയ്യോ വൈശാഖായിട്ട് വിളിക്കുന്നു. എന്നാ ചെയ്യുന്നേ? എന്റെ താടി എനിക്ക് പേടിയാവണു. അയ്യോ എടുക്കണ്ട, ഇപ്പൊ ചീത്തവിളി തുടങ്ങും. എവിടെയാണ്, എങ്ങനെയാണ്, എവിടെയൊക്കെയാണ്? വേണ്ട വേണ്ട വേണ്ട, എടുക്കണ്ട ഫോൺ എടുക്കണ്ട, ഞാനുണ്ടെന്ന് പറഞ്ഞേക്കരുത്. അവളൊന്നും ഫോൺ എടുക്കുന്നില്ല. ഫോൺ റിങ് പോകുന്നുണ്ട്, ബട്ട് എടുക്കുന്നില്ല. ഇല്ല ഞാനില്ല. വൈശാഖിനെ ഞാൻ വലിച്ച് ഭിത്തി കളിക്കും. പിന്നെ ക്ലബിലൊക്കെ വരാന്ന് പറഞ്ഞ പുള്ളിക്ക് അറിയത്തോരില്ല. എന്റെ കുഴപ്പമാണോ? അല്ലല്ലോ, നീ ആയിട്ട് എടുത്തേച്ച പണിയല്ലേ. ഓ അനുഭവിച്ച. അയ്യോ തേണ്ടടി, കിച്ചനും കൊണ്ട് അവര് പോയി. ആ കാലവണ്ണി താക്കിച്ചിട്ട് ഒപ്പോടെ ഇങ്ങോട്ടായി കിഡ്നാപ്പേഴ്സ് എന്നെ കിഡ്നാപ്പ് ചെയ്യുന്നേ. എനിക്ക് വയ്യായേ, ഓടുവായോ, എന്നെ രക്ഷിക്കോ. വേണ്ടേ അവന്മാര് കണ്ടത് അവളെ പോയിക്കൊണ്ട് പോന്നു. ഇവിടെ താഴെ വെച്ചിട്ട് വടക്ക് പരാന്തന്മാരെന്തൊക്കെ വട്ടാണോ? അവളുടെ സ്ഥാനത്ത് നമ്മളോ ആരിലും ആയിരുന്നാലും അവന്മാര് കൊണ്ടാണ്. കാരണം അവരുടെ അനിയത്തിക്ക് പറ്റിയ അവസ്ഥ വേറൊരു പെൺകുട്ടിക്കും വരുമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. നീ എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അഞ്ജു തെളിച്ചു പറ. അതിന് നീ ആദ്യം വൈകിയനെ അറിയണം. അവരുടെ മൂന്നിന്റെയും കുഞ്ഞിപ്പെങ്ങൾ വൈശാഖേട്ടനും വിവേകിനും വിഷ്ണുവിനും ഒക്കെ നല്ല പ്രായമായ സമയത്താണ് വൈകി ഉണ്ടാവുന്നത്. ആ മൂന്ന് ഏട്ടന്മാരും അവളെ ലാളിച്ചും കൊഞ്ചിച്ചും തന്നെ വളർത്തി. ഏട്ടന്മാരില്ലാതെ ഒരു നിമിഷം പോലും അവൾ നിൽക്കില്ല, ഉറങ്ങില്ല, കഴിക്കില്ല. അങ്ങനെയൊക്കെയായിരുന്നു അവളുടെ ജീവിതം. അവൾക്ക് അവളുടെ ഏട്ടന്മാരായിരുന്നു വലുത്. ഏട്ടന്മാര് കഴിഞ്ഞിട്ടുള്ളായിരുന്നു സ്വന്തം അച്ഛനും അമ്മയും പോലും. അതുപോലെ അവൾ അവളുടെ ഏട്ടന്മാരെ ആരാധിച്ചു, സ്നേഹിച്ചു. അവളുടെ സൂപ്പർ ഹീറോസ് ആണ് ഇവർ മൂന്നുപേരും. അങ്ങനെയുള്ള ടൈമിൽ എല്ലാ കുരുത്തക്കേടിനും ഈ മൂന്നേട്ടന്മാരും അവൾക്ക് കട്ട സപ്പോർട്ടാണ്. അമ്മയെ എന്തേലും സോപ്പിടാൻ വരെ ഏട്ടന്മാരുടെ കാല് പിടിക്കുന്ന അനിയത്തിക്കുട്ടിയാണ് അവൾ. നീ അതൊക്കെ വിട്. നീ എന്താ അവരുടെ ലൈഫിൽ നടന്നേന്ന് പറ. ഒരു ദിവസം അവളുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് അവൾ ഏട്ടന്മാരോട് ചോദിച്ചു. പക്ഷെ ഏട്ടന്മാർക്ക് മൂന്നിനും അവളെ വിടാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അവൾ ഒരുപാട് ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ വേണ്ടി അടിയുണ്ടാക്കിയപ്പോഴൊന്നും ഏട്ടന്മാരെ വിടാൻ കൂട്ടാക്കാതെ ലാസ്റ്റ് ഏട്ടന്മാരോട് കുറെ നേരം മിണ്ടാതിരുന്നു. ഏട്ടന്മാർക്ക് പിന്നെ വിടുകയല്ലേ വഴിയുള്ളൂ. അങ്ങനെ ആ കുഞ്ഞിനെ ബർത്ത്ഡേ പാർട്ടിക്ക് വിട്ടു. അതെന്താ വിടായിരുന്നേ? അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അനിയത്തിക്കുട്ടി എന്ത് പറഞ്ഞാലും ഏട്ടന്മാര് അത് സാധിച്ചു കൊടുക്കും. അതുപോലെ അവൾ അതും പറഞ്ഞു. അവൾ വിടാത്തതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുവും വിവേകും കോളേജ് പഠിക്കുന്ന ടൈമാണ് ആ ടൈമില്. അപ്പോൾ അവർക്ക് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടെന്നോ അവർ താമസിച്ചേ വരുള്ളൂ. എന്നും വൈശാഖിന്റെ ഓഫീസിലേക്കാണ് പോവാറ്. അന്നേരം വൈശാഖിന്റെ ഓഫീസ് ആ സ്കൂളിന്റെ അടുത്തായിട്ടാണ്. പക്ഷെ അവള് സ്കൂള് കഴിഞ്ഞ് അവളുടെ ഫ്രണ്ടിലെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് പിന്നീട് ഓഫീസിലോട്ട് പോകാൻ പറ്റില്ല. അവൾക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരണം. അതുകൊണ്ടാണ് അവരൊന്ന് ആദ്യം പോവണ്ടെന്ന് പറഞ്ഞത്. പിന്നീട് അവളുടെ വാശിക്ക് മുന്നിൽ വീണത് അവർ സമ്മതിച്ചു. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ശേഷമായിരുന്നു എല്ലാം. വൈകിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, വർഷ. അവളൊരു പ്രശ്നമല്ല. അവൾക്ക് എന്നും അവളുടെ ഒറ്റ സുഹൃത്ത് തന്നെയാണ്. പക്ഷെ അവളുടെ ചേട്ടൻ ഏകദേശം നമ്മുടെ വിഷ്ണുവിനേക്കാൾ 2 വയസ്സിന് മൂത്തതാണ്. പുള്ളിക്കാരന് നമ്മുടെ വൈകിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവളുടെ ആ പ്രായത്തെ അവൾക്ക് മനസ്സിലാക്കാം അതൊരു വെറും ഇഷ്ടം മാത്രമല്ല, മറ്റ് പലതിനോടുള്ള ആഗ്രഹം കൊണ്ടാണെന്ന്. ആ കുഞ്ഞു മനസ്സിൽ അവൾ ഒരുപാട് അവനോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞെങ്കിലും അവൻ പുറകെ തന്നെ നടന്നു. അത് വർഷയ്ക്കും തീരെ ഇഷ്ടമല്ല കേട്ടോ, നമ്മുടെ വൈകിയുടെ പുറകെ ഉള്ള ചേട്ടനിങ്ങനെ നടക്കുന്നെങ്കിലും അവൾ പലവട്ടവും വിലക്കിയത് അവളുടെ ഏട്ടനെ. പക്ഷെ അവളുടെ ഏട്ടൻ പുറകെ തന്നെ നടന്നു.
അങ്ങനെ ആ പാർട്ടി കഴിഞ്ഞ് വന്ന് എന്താ പറയാ അങ്ങനെ ആ പാർട്ടി കഴിഞ്ഞ് വന്ന് വൈകിയ വീട്ടിലൊറ്റയ്ക്കായിരുന്നു. ഏട്ടന്മാര് വരുന്നുണ്ടെങ്കിലും അവർ ട്രാഫിക് കുടുങ്ങി. അങ്ങനെ അവസാനം വർഷയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു വൈകി ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അവളുടെ ഏട്ടൻ അങ്ങോട്ടെങ്ങാനും പോകുന്നു. അങ്ങനെ അവൾ അവളുടെ ഏട്ടനെ ചുറ്റിപ്പറ്റിയൊക്കെ നടന്നത്. പക്ഷേ അവളുടെ ഒരു കണ്ണ് തെറ്റിയ സമയം തന്നെ അവളുടെ ഏട്ടൻ വൈകിയെടുത്തേക്ക് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വർഷ അത് ശ്രദ്ധിക്കുന്നത് തന്നെ. അങ്ങനെ അത് വല്ലാത്ത ബഹളമായി. അമ്മ 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 ഒന്ന് വന്നേ അമ്മ. അമ്മ അപ്പുറത്ത് വൈകി ഒറ്റയ്ക്കാമോ? ഒന്ന് വന്നേ അമ്മ. എന്താ പെണ്ണെ, എന്നതാ നിനക്ക് സോക്കേട്? അവിടെ മാറുന്നേ. ഏട്ടൻ അപ്പുറത്തോട്ട് പോയിട്ടുണ്ടമ്മ. ഹർഷികയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അമ്മ ഒന്ന് വാ അമ്മ പ്ലീസ്. വൈഷ്ണവ് അപ്പുറത്തോട്ട് പോയെന്ന് വെച്ച് നിനക്ക് എന്നതാ ഉച്ചേ? അവൾ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് പോയതായിരിക്കും. നീ മാറിയിരുന്നേ. അമ്മ വൈഷ്ണവേട്ടന് വൈകാൻ ഇഷ്ടമാ. പക്ഷെ അവള് എന്താ ചേട്ടന്റെ സ്ഥാനത്താ കാണുന്നത്. പക്ഷെ ഒരുപാട് പറഞ്ഞു നോക്കി. പക്ഷെ ഏട്ടൻ കേൾക്കണില്ല. പക്ഷെ സത്യമായിട്ടമ്മ പറയുന്നുണ്ട്. അമ്മയ്ക്ക് വേറൊന്നും തോന്നരുത്. ഏട്ടന്റെ ഉദ്ദേശം ശരിയല്ല അമ്മ. എനിക്ക് പേടിയാ. അവൾ ഒറ്റയ്ക്ക് അവിടെ. നീ വന്നേ വർഷ. ഉടനെ തന്നെ ആ അമ്മയും മകളും ഓടിപ്പടച്ച് ദേവമംഗലം ഗേറ്റ് താണ്ടി ആ വലിയ ഡോറിന് മുന്നിൽ വന്ന് നിന്നു. ഉടനെ തന്നെ വർഷയുടെ അമ്മ ആ ഡോറ് അതിശക്തമായി കൊട്ടിയിട്ട് പറഞ്ഞു, വൈഷ്ണവേ, ഡോർ ഓപ്പൺ ചെയ്തോ. വൈഷ്ണവേ, ഡോർ തുറക്ക്. വൈഷ്ണവെ തുറക്ക്. എടാ കുഞ്ഞിനൊന്നും ചെയ്യില്ല. നിന്റെ പെങ്ങളുടെ പ്രായമാടാ. അമ്മ എന്നെ വേഗം ചെയ്യമ്മ. എന്തെങ്കിലും ചെയ്യമ്മ പ്ലീസ്. ഉടനെ തന്നെ അവർ അവരുടെ ഫോൺ എടുത്ത് ആരെയോ കോൾ ചെയ്തു. ഹലോ ഹലോ വൈശാഖ് മോനെ, നീ എവിടെയാ? അത് പിന്നെ ആന്റി, ഞാൻ അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുക. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നേ. അപ്പോ എന്താ ഇച്ചിരി ലേറ്റായി. വൈകി അപ്പുറത്താ അനിയ. ആന്റി ഒന്ന് നോക്കിയേക്കണേ. ആ മോനെ, മോനൊന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വേണോ? എന്താ ആന്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല ആന്റിയുടെ തൊണ്ട എതിർന്നുണ്ടല്ലോ. നീ എവിടെ എളുപ്പത്തേക്ക് വാ. നീ ഒട്ടും വൈകരുത്. താമസിക്കരുത് പ്ലീസ്. എളുപ്പം വാ. വന്നിട്ട് അമ്മയെല്ലാം പറയാം. പെട്ടെന്ന് അവിടേക്ക് ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് വിഷ്ണുവും വൈശാഖും വിവേകും ചാടിയിറങ്ങി. വീട്ടിന് മുന്നിൽ നിൽക്കുന്ന വർഷയെയും അവളുടെ അമ്മയും കണ്ട് അവർ ചോദിച്ചു, എന്താ ആന്റി, എന്താ പ്രശ്നം? എന്തിനാ ആന്റി എളുപ്പം വരാൻ പറഞ്ഞത്? അവർ ഉടനെ തന്നെ വൈശാഖിൻ്റെ കാലിൽ പിടിച്ചു. അവനോട് എന്തൊക്കെയോ പറഞ്ഞു. അവനൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. കുറേ വട്ടം അവർ കരഞ്ഞു. എന്തൊക്കെയോ പിച്ചും അവർ പറയുന്നുണ്ടായിരുന്നു. എന്നാ വർഷം മോളെ, എന്നതാ പറ്റിയേ? എന്താ പറ്റിയേ? വൈകി എന്തേ? മോളെ വർഷ, എന്നതാ പറ്റിയേ? നീ തെളിച്ചു പറ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ഉടനെ തന്നെ വിഷ്ണുവിന് എല്ലാം എന്തൊക്കെയോ മനസ്സിലായ പോലെ വിഷ്ണു ഓടിച്ചെന്ന് കതകിന് തട്ടി. പക്ഷേ കതക് അകത്തുനിന്ന് ലോക്കഡായതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവർ ഉടനെ തന്നെ അവർ മൂന്നുപേരും ആ കതക് സ്വന്തം വീടാണെന്ന് പോലും നോക്കാതെ അവർ ആ കതക് ചവിട്ടി പൊളിച്ചു. അങ്ങനെ അവർ അകത്തേക്ക് കയറി. സമയം തന്നെ വൈഷ്ണവ് അവിടെ നിന്ന് ഓടിയിരുന്നു. പക്ഷേ അവനെ പിടിക്കാൻ പോകാതെ അവർ അനിയത്തിയുടെ അടുത്തേക്ക് ചെന്നു. പക്ഷേ അവരെ കണ്ണു നിറയിപ്പിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അവൾ അവിടെ കിടന്നത്. അവർ പൊട്ടിക്കരഞ്ഞ് കരയാൻ തുടങ്ങി. മോളെ വൈഷ്ണു, പൊന്നോ, എനിക്ക് വർഷയുടെ അമ്മ അവിടേക്ക് ഓടി വന്നു. അവിടെ കിടന്നിരുന്ന ഒരു വലിയ പുതപ്പ് കൊണ്ട് അവളെ മൂടി. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ വൈകി ഓക്കെ ആയോ?
എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൾക്ക്? മിസ്റ്റർ വൈശാഖ്, ഞാൻ എന്താ പറയണ്ടേ? നിങ്ങൾ 3 ചേട്ടന്മാരിവിടെ നിൽക്കുമ്പോൾ എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. കാരണം ഇറ്റ്സ് ഫോഴ്സ്ഡ് റേപ്പ്. ബ്ലീഡിങ് നല്ലവണ്ണം ഉണ്ട്. അതൊരു കൊച്ചു കുട്ടിയാണ്. അവൾക്ക് താങ്ങാൻ പറ്റുന്നത്ര അവൾക്ക് പറ്റുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല, തലയ്ക്ക് അടി കിട്ടിയിട്ടുണ്ട്. ഇരുമ്പായുധം എന്തോ ഒരു സാധനം വെച്ചിട്ട് ബാക്കിൽ നല്ല ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട്. അടിച്ചതിൻ്റെ പിന്നാലെ എന്ന് വെച്ചാൽ അത് ബ്ലീഡിങ് ആയിട്ടുണ്ട്. അതും ഒരു വലിയ ഇതാണ്. പിന്നെ കുട്ടി എഴുന്നേറ്റാൽ മാത്രമേ അവൾ എങ്ങനെയാണ് ഇതിനെ എടുത്തിട്ടുള്ളതെന്നും അവൾക്കിപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ റിയാക്ഷൻ എന്നെല്ലാം അവൾ എഴുന്നേറ്റ് മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാനൊക്കെ ഉള്ളൂ. ഇപ്പോൾ എനിക്കൊരു പ്രതീക്ഷയിലൊക്കെ ഇല്ല. എന്തായാലും വൈക എഴുന്നേൽക്കുമ്പോൾ അവൾ ഓക്കെ ആയിട്ട് എഴുന്നേൽക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ അഞ്ജു എന്താ വൈകി ഓക്കെ ആയോ? പിന്നീട് വൈകി എഴുന്നേറ്റ ടൈമിൽ അവൾക്ക് അവളുടെ അച്ഛനെയും ചേട്ടന്മാരെല്ലാം പേടിയായിരുന്നു. അവരുടെ ടച്ചിങ് പോലും അവൾക്കൊരുമാതിരി വല്ലാത്ത പേടിയുണ്ടാക്കി. അവൾ അമ്മയെ മാത്രമേ അടുപ്പിക്കുകയുള്ളൂ. എന്ത് ചെയ്യാനാ, ആ കുഞ്ഞ് ഒരുപാട് പേടിച്ചു പോയി ആ ഒരു ഇൻസിഡൻറ്റോട് തന്നെ. ലാസ്റ്റ് ഒരു 1 month 2 month കഴിഞ്ഞതിന് ശേഷമാണ് വൈശാഖേട്ടനോട് വിവേകേട്ടനോടായാലും അവൾ അടുത്തത്. അവൾക്ക് നല്ലവണ്ണം പേടിയായിരുന്നു എല്ലാവരെയും. ബോയ്സിനെ കാണുമ്പോഴേ ഇപ്പോൾ അവൾക്ക് പേടിയാണ്. പിന്നെ അവൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യം കൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ അവൾ ഹാപ്പിയാവും. പിന്നെ സ്വന്തം ഏട്ടന്മാരല്ലേ, അവളതുപോലെ ചിരിച്ചു കളിച്ച് കാണുന്നതല്ലേ. പിന്നീട് വൈഷ്ണവിനെ പറ്റി പറയുകയാണെങ്കിൽ വർഷയുടെ ചേട്ടനായതുകൊണ്ട് മാത്രം ആ 3 ബ്രദേഴ്സ് അവനെ വെറുതെ വിട്ടു. അല്ലെങ്കിൽ അവനെ പിന്നെ ഇന്നേക്ക് ഭൂമി കാണില്ലായിരുന്നു. ഇവന്മാർക്കൊക്കെ എങ്ങനെ ഇത്ര ചീപ്പാവാൻ ഒക്കുന്നു? കാരണം ആ വൈക അവന്റെ സ്വന്തം പെങ്ങളുടെ കൂടെ പഠിച്ചല്ലേ. ആ പ്രായമല്ലേ, ആ കുഞ്ഞിനോട് ഇത് ചെയ്യാൻ അവനെങ്ങനെ തോന്നി? ആ വൈകങ്ങള് ആ പ്രായത്തിലെ എന്തോരം വേദന അനുഭവിച്ചു കാണും. എന്റെ കുഞ്ഞെ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. എടോ, പറയുന്ന മനസ്സിലാക്ക്. നമ്മുടെ വൈശാഖേട്ടന്റെ, വിവേകിന്റെ, വിഷ്ണുവിന്റെ മൈൻഡ് സെറ്റ് പോലെ അല്ലല്ലോ പലവരുടെ മൈൻഡ് സെറ്റ്. അത് സ്വന്തം പെങ്ങളെങ്കിൽ പെങ്ങൾ എന്നുള്ള ചിന്തയിലുള്ളവരുണ്ട്. അത് പലയിടത്തും ഉണ്ട്. ഈ പറയുന്ന വൈശാഖേട്ടന്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അവർക്ക് അവരുടെ രീതിയും അവരുടെ കാര്യങ്ങളും അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഒരിക്കലും നമുക്കത് വായിച്ചെടുക്കാനോ അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കും. ചിലർ പറയുന്നവരുണ്ട്, എനിക്ക് അവരുടെ മനസ്സറിയാം, പക്ഷെ ഒന്നും അറിയാൻ പോകുന്നില്ല. ചിലപ്പോൾ അവളെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന അതേ ടൈം അവരൊരു 10 എണ്ണത്തിനെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്കതറിയുമോ? ഇല്ല. അതാണ് ഇന്നത്തെ ലോകം, ഇന്നത്തെ തലമുറ. ഇപ്പോൾ റേപ്പിംഗ് കേസ് ആണെങ്കിൽ പോലും അവരത് നോക്കേണ്ട ആവശ്യമില്ല. പെങ്ങളാണ് അല്ലെങ്കിൽ കൊച്ചുകുട്ടിയാണ്, അത് നോക്കണ്ടല്ലോ. സ്വന്തം പെങ്ങളെ വരെ റേപ്പ് ചെയ്യുന്ന കാലമാണ് ഇപ്പോൾ. അന്നേരം പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്ക്യൂസ് മീ ഡ്രൈവർ, ഈ വണ്ടി എങ്ങോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഐ എം ഡൗട്ടഡ്. കാരണം കുറഞ്ഞതും കൂടി ഇങ്ങനെ സഞ്ചരിക്കുന്നു. എനിക്ക് ഈ കാട്ടുമയിലെ മോതാണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല. അവനൊരുമാതിരി ആരെയും കൊല്ലാനുള്ള രീതിയിൽ കൂടുതൽ നോക്കരുത്. ആ ഉണ്ടക്കണ്ണിനെ പൊട്ടിച്ചു കളയും. കാട്ടുമയിൽ നിത്യ വെറുതെ അല്ല നിനക്ക് കാട്ടുമയിലിന്റെ പേരിട്ട്. ആ മയിലിന്റെ പല്ലും ആ കണ്ണും. ഓ, എന്നതാ മാച്ചിങ്ങില്ലേ. അത് എന്റെ വീട്ടിൽ തന്നെ പോയി കാട്ടുമയിലെന്ന്. അയ്യോ മിസ്റ്റർ, പേരെന്തായിരുന്നു? വിഷ്ണു മഹാദേവ്. മോനെ വിഷ്ണു മഹാദേവ്, എന്റെ വീട്ടിലിരിക്കുന്ന എന്റെ വന്നതിനെ വിളിക്കാൻ തനിക്ക് യാതൊരു അവകാശവും ഞാൻ തന്നിട്ടില്ല. അത് എന്റെ പ്രോപ്പർട്ടിയാണ്, എന്റെ മാത്രം പ്രോപ്പർട്ടിയാണ്. വേറൊരു തെണ്ടിക്കും ഞാൻ വിളിക്കുന്നത്. എന്നെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ തന്ന മഹാദേവ വീട്ടിൽ ഇന്ന് തുമ്മി ചാവും. അത് എന്റെ ഒരു ഉറപ്പാണ്. അങ്ങനെ ഞാൻ വിളിക്കാതെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയാനൊക്കില്ല. ഞാൻ ഭയങ്കര സംഭവിച്ചേട്ടാ. സത്യം പറയും, ഞാൻ പിച്ചിട്ടുണ്ടാകുന്നത് നീ ഊട്ടായിപ്പല്ലേ. ഊട്ടായ്പ നിന്റെ വേണ്ടാന്ന് വെക്കുന്നുണ്ടാ. നിനക്ക് തന്ത്രി കളിച്ച് ശീലം കാണും, പക്ഷെ എനിക്ക് ആ ശീലമില്ല. ഐ എം ഡീസന്റ് ഈടാ. അതുകൊണ്ട് ഞാൻ നിന്നൊന്നും പറയുന്നില്ല. നിനക്ക് എന്നതാണോ കുഴപ്പം? നിന്റെ പ്രശ്നം എന്താ? പ്രശ്നം എന്താ? ഈ പുന്നാരച്ചെവി ഞാൻ ഈ കടിച്ചു വലിച്ചെടുക്കട്ടെ. തീർന്നു. ഓ മൈ ഗോഡ്. പൊന്നാരെ മോളെ, എന്റെ ചെവി പരമ ചേട്ടാ
മര്യാദക്കൊന്ന് പുറകിരുന്ന് അതിനെ വലിച്ചു കയറും. അയ്യോ എനിക്ക് എന്റെ പൊന്നു ചെവി, അമ്മ ചോര. കേറി വരും ബേട്ടാ, ഇവിടെ സിറ്റ് ഡൗൺ. പ്ലീസ് ഉപദ്രവിക്കരുത്. ആലോചിക്ക മകനെ. എന്റെ ഭഗവാനെ, ഈ വണ്ടി വീട്ടിലെത്തണേ. ഈശ്വരൻ മാത്രമുള്ളൂ പ്രാർത്ഥന. ഇതാ ചേട്ടാ, നീ ഒന്നുകൂടെ അഞ്ജലിനെ വിളിച്ചേ. എടി വൈശാഖട്ട വിളിക്കുന്നു, എന്നാ ചെയ്യാ? ഫോൺ അറ്റൻഡ് ഇത്രയും അടിച്ച് കഴിഞ്ഞിട്ട് വിളിച്ചെടുത്തില്ലെങ്കിൽ ലാസ്റ്റ് പണി കിട്ടും. എന്തേലും ഒരു കള്ളം തട്ടി വിട്. ഹലോ വൈശാഖേട്ട, എന്തായിരുന്നു? എന്തിനാ വിളിച്ചതെന്ന് മനസ്സിലായില്ല നിങ്ങക്ക്? അത് പിന്നെ വൈശേട്ട, അത് പിന്നെ ഞങ്ങള് വാഷ്റൂമിൽ വരെ പോയതാ. ആ സമയം തിരിച്ചു വന്നപ്പോ കിച്ചുവിനെ കാണുന്നില്ല. അറിയില്ല എന്താ വൈശാഖേട്ടൻ വിളിച്ച്. കഴിഞ്ഞോ? അല്ല, എന്ത് കഴിഞ്ഞു? അതെ, അത് വേറൊന്നുമില്ല. ഇവിടെ സാറ്റർഡേ നാളെ അപ്പൊ അത് കഴിഞ്ഞോ ഈ സാറ്റർഡേ ചോദിക്കാൻ വെച്ചാ. ഹലോ മക്കളെ, പോവരുത്, ഒരു കാര്യം പറയാനുണ്ട്. ഒത്തിരി പേര് ഞാനാണെങ്കിൽ ഇന്നിടാം നാളെ ഇടാം മറ്റന്നാൾ ഇടാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യിച്ചുകൊണ്ട് മാത്രമാണ് ഈ എഡിറ്റിങ് ഞാൻ ഇവിടെ നിർത്തിയിട്ട് എപ്പിസോഡ് ഇട്ടത്. ഇതിൻ്റെ ഇച്ചിരിയുടെ എഡിറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിലും ഞാനങ്ങ് ഇട്ടതാണ്. പിന്നെ എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി, കാരണം 24 തൊട്ട് എനിക്ക് സ്കൂളിൽ പോകണം. എന്താ പറയുക, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കണം, പോകരുത്. കാരണം ഇനിയും എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇനിയും മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. പിന്നെ ഹീസ് മൈ എനിമി ഞാൻ തീർക്കാൻ നോക്കും. ഞാൻ ഈ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ ഹീസ് മൈ എനിമി കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ നോക്കും. അന്നേരം എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങളെന്നെ മനസ്സിലാക്കണം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി ഒരു മാസത്തിൽ ഒരിക്കൽ എൻ്റെ വീഡിയോ പ്രതീക്ഷിക്കാവൂ. ഐ എം റിയലി സോറി. ക്ലാസ്സസ് തുടങ്ങുന്നതുകൊണ്ടാണ്. പഠിക്കാൻ ഒത്തിരി കാണും. അന്നേരം അതിൻ്റേതായിട്ടുള്ളൊരു ടൈറ്റ് വീട്ടിൽ കാണും. മീൻസ് ഫോൺ തരാൻ ചാൻസ് കുറവാണ്. അമ്മ പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് മാസത്തിൽ നീ ഒരിക്കൽ വീഡിയോ ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഫോൺ കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് അതോട് പറ്റില്ല. അതുകൊണ്ടാണ്, നിങ്ങളെന്നെ മനസ്സിലാക്കണം. അപ്പോൾ വേറൊന്നുമില്ലടാ മക്കളെ, ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒത്തിരി പേര് എപ്പിസോഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇട്ടത്. കുറച്ചുണ്ടായിരുന്നു, എന്നാലും അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ അതെല്ലാം കൂടെ ഇതാക്കി ഞാനിടാം. ഓക്കെ, അപ്പോൾ ബൈ.